അങ്ങനെ നമ്മുടെ കേരള കോൺഗ്രസ് വീണ്ടും പിളർന്നു. പിളരും തോറും വളരും, വളരും തോറും പിളരും, അങ്ങനെ പിളരും വളരും എന്നാണല്ലോ കേരള കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം തന്നെ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുൻ ജില്ലാ അധ്യക്ഷനും UDF ചെയർമാനുമായിരുന്ന സജി മഞ്ഞക്കടമ്പിലാണ് ഇപ്പോൾ പാർട്ടി വിട്ടത്. ചാടിയത് NDAയിലേക്കാണ്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പേരിൽ പുതിയ പാർട്ടിയും രൂപീകരിച്ചു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഇനി NDAയുടെ ഭാഗമാകും. കുരുവിള മാത്യൂസ് ചെയർമാനായുള്ള നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ഇപ്പോൾ തന്നെ NDAയിൽ ഉണ്ട്. അബ്ദുള്ളക്കുട്ടി പറഞ്ഞതുമാതിരി ദേശീയ കേരള കോൺഗ്രസ്സാണ് ഇപ്പോൾ NDAയിൽ ഉള്ളത്. താനൊരു ദേശീയ മുസ്ലിമാണ് എന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ പരാമർശം. അതുപോലെ ദേശീയ കേരള കോൺഗ്രസ് എന്ന തരത്തിലാണ് ഇപ്പോൾ പുതിയ വിഭജനങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ NDAയിൽ ഇപ്പോൾ 2 കേരള കോൺഗ്രസ്സായി. നിലവിൽ സംസ്ഥാനത്ത് 8 കേരള കോൺഗ്രസ്സുകൾ ഉണ്ടായിരുന്നു. സജി മഞ്ഞക്കടമ്പിൽ പുതിയ ഒരു കേരള കോൺഗ്രസ് രൂപീകരിച്ചതോടെ അത് 9 കേരള കോൺഗ്രസ്സുകളായി. ഇതിൽ LDFൽ 4 പേരുണ്ട്, UDFൽ 3 വിഭാഗമുണ്ട്. അതിനു പുറമെയാണ് NDAയിലുള്ള 2 വിഭാഗം. മോൻസ് ജോസഫുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് സജി മഞ്ഞക്കടമ്പിൽ ജോസഫ് വിഭാഗം വിട്ടത്. MLA സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണമെന്ന് സജി ആവശ്യപ്പെട്ടിരുന്നു. പൂഞ്ഞാറിൽ സജി മത്സരിച്ചേക്കും എന്ന വിവരങ്ങളൊക്കെ ആദ്യം പുറത്തു വന്നിരുന്നു. എന്നാൽ പൂഞ്ഞാറിൽ സീറ്റ് കിട്ടിയില്ല, സീറ്റ് കോൺഗ്രസ്സിന് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഏറ്റുമാനൂരിൽ താൻ മത്സരിക്കാം എന്നായി സജി. പക്ഷേ ഏറ്റുമാനൂരും സീറ്റ് കിട്ടിയില്ല. അങ്ങനെ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് കരുതിയിരുന്ന സജിക്ക് പാർലമെൻറ്റ് ഇലക്ഷൻ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. ഇത്തവണ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ എന്തായാലും പരിഗണിക്കണം എന്ന് സജി ആവശ്യപ്പെട്ടു. MLA സീറ്റിന് തന്നെ പരിഗണിച്ചിരുന്നെങ്കിൽ ഈ ആവശ്യം താൻ ഉന്നയിക്കില്ലായിരുന്നു എന്നാണ് സജി പറഞ്ഞത്. പക്ഷേ സജി ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങൾ നിന്നില്ല. കോട്ടയത്ത് സീറ്റ് കിട്ടിയില്ല. അതിനെ തുടർന്ന് താൻ പാർട്ടി വിടുന്നതായാണ് സജി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കോട്ടയത്ത് സജി മഞ്ഞക്കടമ്പിൽ വിളിച്ചു ചേർത്ത കൺവെൻഷനിലാണ് ഇപ്പോൾ പുതിയ തീരുമാനം എടുത്തിട്ടുള്ളത്. സജി വിളിച്ച യോഗത്തിൽ ദിനേശ് കർത്ത, നിരണം രാജൻ, പ്രൊഫസർ ബാലുജി വെള്ളിക്കര, സെബാസ്റ്റ്യൻ മണിമല, അങ്ങനെ എല്ലാ പ്രമുഖരും അണിനിരന്നിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പാർട്ടി വലുതായി ശക്തിപ്പെടും എന്നാണ് അവരുടെ അവകാശവാദം. വേദിയിൽ CF തോമസിൻ്റെയും KM മാണിയുടെയും ചിത്രമുണ്ടായിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം. കരുണാകരനെ BJP തട്ടിയെടുക്കുന്നു എന്നൊരു തർക്കം നിലനിൽക്കുമ്പോഴാണ് ഒരു NDA ഘടകകക്ഷിയുടെ യോഗം KM മാണിയുടെ ചിത്രം വെച്ച് നടക്കുന്നത് എന്നത് രസകരമായൊരു കാര്യമാണ്. പട്ടേലിന് പുറകെ കരുണാകരൻ, കരുണാകരന് പുറകെ KM മാണി, എല്ലാം NDAയിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്കാണ് ഇനി സജി പിന്തുണ പ്രഖ്യാപിക്കുക. BJPയുടെ ദേശീയ നേതാക്കളുമൊക്കെയായി സജി കൂടിക്കാഴ്ച നടത്തും എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. റബ്ബറിന് 240 രൂപ ആക്കാൻ NDA സമ്മതിച്ചിട്ടുണ്ട് എന്ന് സജി പറയുന്നു. അങ്ങനെ ഒരു വാഗ്ദാനം ലഭിച്ച സ്ഥിതിക്ക് കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനോടൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് NDAയിലേക്ക് നീങ്ങുന്നത് എന്നതാണ് സജിയുടെ അവകാശവാദം. ഏതായാലും കേരള കോൺഗ്രസ് അങ്ങനെ പിളർപ്പിൻ്റെ അടുത്ത അധ്യായം കൂടി രചിക്കുകയാണ്. 1964 ഒക്ടോബറിലാണ് കേരള കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ രൂപീകരിച്ചത്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പിളർന്നിട്ടാണ് ഈ ഒരു രൂപീകരണം നടന്നത്. KM ജോർജ്, വയല ഇടിക്കുള, മാത്തച്ചൻ കുരുവിനാക്കുന്നേൽ, R ബാലകൃഷ്ണപിള്ള, CA മാത്യു, ജോസഫ് പുലിക്കുന്നിൽ, അങ്ങനെ വമ്പന്മാരുടെ ഒരു നീണ്ട നിര അന്ന് കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. KM ജോർജിൻ്റെ കാലഘട്ടത്തിൽ പാർട്ടി നല്ല ശക്തമായി മുന്നേറുകയും ചെയ്തു. എന്നാൽ KM ജോർജ് മരിക്കുന്നതോടെ പാർട്ടിയിൽ നേതൃത്വത്തിനുള്ള തർക്കങ്ങളുണ്ടായി. 1976 KM ജോർജ് നിര്യാതനാകുന്നത്. തുടർന്ന് നേതൃത്വത്തിനുള്ള തർക്കമായി അങ്ങനെ പലതായി പിരിഞ്ഞു കേരള കോൺഗ്രസ്. പിള്ളയും മാണിയും തെറ്റി, മാണിയും ജോസഫും തെറ്റി. അങ്ങനെ വ്യക്തിപരമായുള്ള പടലപ്പിണക്കങ്ങൾ പാർട്ടിയെ ബാധിച്ചു. പാർട്ടി പിളർന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് അവർ ഒന്നിച്ചു, ലയിച്ചു, പിന്നെയും പിളർന്നു. അങ്ങനെ പിളർന്നും വളർന്നും കേരള കോൺഗ്രസ് മുന്നേറുമ്പോഴാണ് സജി മഞ്ഞക്കടമ്പിൽ
തൻ്റെ പുതിയ പാർട്ടി പ്രഖ്യാപനവുമായി വരുന്നത്. കേരളത്തിൽ നിലയുറപ്പിക്കാൻ NDA വളരെയധികം ശ്രമം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് സജി മഞ്ഞക്കടമ്പിൽ സഹായഹസ്തം നീട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് BJP ഏറ്റെടുക്കുകയും ചെയ്യും. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥിതി എങ്ങനെയാകുമെന്ന് ഇനി കണ്ടറിയാനേ ഉള്ളൂ.